ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വണക്കമാസ പ്രാർത്ഥന 17-ാം ദിവസം. ജപം. ദയ ചെയ്യുവാനും മോചനം നൽകുവാനും സദാ ഒരുങ്ങിയിരിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ബന്ധുമുക്താദികളുടെ ആത്മാക്കളെ കൃപാകടാക്ഷത്തോടുകൂടെ തൃക്കൺ പാർത്ത് അവരുടെ സകല പാപങ്ങളെയും പുറത്തുകൊള്ളണമേ. ഈ ആത്മാക്കളെല്ലാം ശുദ്ധീകരിക്കപ്പെടുന്ന വേദന സ്ഥലത്തിൽ നിന്നും നിത്യായുസ്സായ അങ്ങേപ്പക്കൽ വന്നു ചേരുവാൻ കൃപ ചെയ്യണമേ. ആമേൻ. തുടർന്ന് മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾ ദൈവാനുഗ്രഹത്താൽ മോക്ഷത്തിൽ പ്രവേശിക്കുവാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയും 5 സ്വർഗസ്ഥനായ പിതാവും 5 നന്മ നിറഞ്ഞ മറയും 5 തൃത്വസ്തുതിയും ചൊല്ലുക. ഇതിനുശേഷം നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ എന്ന സുഹൃതജപം 5 പ്രാവശ്യം ചൊല്ലേണ്ടതാണ്. സുഹൃതജപം. ഈശോ മിശിഹായുടെ ദിവ്യഹൃദയമേ, ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ. സൽക്രിയ. നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണെന്ന് ഓർത്ത് അവർക്ക് വേണ്ടി ഒരു കുർബാന ചൊല്ലിക്കുക. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി 5 സ്വർഗസ്ഥനായ പിതാവും 5 നന്മ നിറഞ്ഞ മറയും 5 തൃത്വസ്തുതിയും ചൊല്ലുക.